ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാരും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എല്ലാ ന്യൂ ഇയറിനും ഒരു 2 ദിവസം മുന്നേ കുറെ ഗോൾസ് സെറ്റ് ചെയ്യുക, കുറെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക. പക്ഷെ അഫ്കോഴ്സ് ഒരു ഫെബ്രുവരി ആവുന്നതിന് മുന്നേ തന്നെ ആ ഗോളൊക്കെ ഞാൻ കാറ്റി പറത്തിയിട്ടുണ്ടാവും. നമുക്ക് ഏത് പ്ലാനറാണ് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്ലാഷ് ബാക്ക് 2022 ഞാൻ ആദ്യമായിട്ട് ഒരു പ്ലാനർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പ്ലാനർ ആയിരുന്നു ആ പ്ലാനർ. ഓക്കെ, സോ ഡൂഡിൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്ലാനർ വരുന്നത്. ഇത് എത്ര എനിക്ക് തോന്നുന്നു 500 to 800 അതിൻ്റെ ഉള്ളിലേ ഇതായിട്ടുണ്ടാവുള്ളൂ. ഇതിലങ്ങനെ നമുക്ക് ഇയർ ഒന്നും എഴുതിയിരിക്കണമൊന്നും കാണാനൊന്നും പറ്റില്ല. സാധാരണ നമ്മൾ പ്ലാനർ വാങ്ങുമ്പം പ്ലാനർ ഓഫ് 2023 അല്ലെങ്കിൽ 2024 2022 അങ്ങനെയൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് എന്താ പറയുക സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇതിലൊരു ഇയർ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇയർ ഹെഡിങ് കൊടുക്കാം, നമുക്ക് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. ആൻഡ് ദെൻ നമ്മുടെ 365 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 365 ചാൻസസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു ഇയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമുക്ക് പാസ്റ്റ് ഇയറിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ഉണ്ടാവും. നമ്മുടെ ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു ഇതെന്തായിരുന്നു, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കണ്ട മൂവി എന്തായിരുന്നു, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് ഏതാണ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ലാസ്റ്റ് ഇയറിലെ നമ്മുടെ ഒരു ഇയറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഈ ഒരു പേജിൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്, ഒരു ഇയറിലേക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ പറയുക ആക്ടിവിറ്റി വർക്കൗട്ടിന്റെ കലണ്ടർ ഉണ്ട്. 1 മന്ത് ഇത് പ്രോപ്പറായിട്ട് ഞാൻ യൂസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്. ഞാനൊരു 1 മന്ത് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞാനത് എൻ്റെ റഫ് ബുക്ക് ആക്കി എടുത്തു. കാരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി ലാസ്റ്റ് വന്നപ്പോഴത്തേനും അതെൻ്റെ ഒരു റഫ് ബുക്ക് ആക്കി ഞാൻ എടുത്തു. നെക്സ്റ്റ് ഇയർ വരെ ഞാനിത് എൻ്റെ റഫ് ബുക്ക് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു പ്ലാനർ എന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് പ്ലാനർ വാങ്ങാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്ലാനർ കൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ 10,000-2000 രൂപയൊക്കെ മുടക്കി ഒരു പ്ലാനർ വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാനർ വാങ്ങാൻ പറ്റും. 12 പാർട്ടായിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ജനുവരിയിൽ നമുക്ക് ജനുവരിയിൽ നിന്ന് എഴുതിയിട്ട് യൂസ് ചെയ്യാം, ഫെബ്രുവരിയിൽ എഴുതിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് മാക്സിമം ഒരു 800-ന്റെ ഉള്ളിൽ മാത്രം വരുന്നതാണ്. ഇത് എപ്പോഴും ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് അവൈലബിൾ ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലാനർ. ആസ് യു നോ, ഇതിൽ ഒത്തിരി ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിൽ പറയാനില്ല. പക്ഷെ ഇതിന്റെ ബൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമുക്ക് കുറെ പേപ്പേഴ്സ് കീറി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണെന്ന് അറിയില്ല, ഓക്കെ ഐ ജസ്റ്റ് വാണ്ട് ടു ട്രൈ ദിസ് ഔട്ട് എന്നുള്ളവർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്ലാനേഴ്സ്. ഇത് ഡൂഡിൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്ലാനറാണ്. ആൻഡ് 2023 ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു പ്ലാനർ വാങ്ങുന്നത്. ഏകദേശം 2500 രൂപയോളം വില വരുന്ന ഈ ഒരു പ്ലാനറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ അലീഷ സൂസയുടെ പ്ലാനറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു അടിപൊളി ആയിട്ടുള്ള ഒരു പെട്ടിയിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഇതെനിക്ക് എപ്പോഴും ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പം ഇയർ എൻഡ് ആകുമ്പം ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫീഡിലും സ്റ്റോറീസിലൊക്കെ ആഡ് കാണിക്കില്ല, അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പം എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഐ തിങ്ക് എനിക്ക് ജോലി കിട്ടിയ സമയമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു 2500 സ്പെൻഡ് ചെയ്യുന്നതിന് അത്ര കുഴപ്പമില്ല. ഇത് പാരൻസിൻ്റെ പൈസയ്ക്ക് വാങ്ങുന്നതല്ല, അപ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ പോക്കറ്റ് മണി കിട്ടുന്നതിനൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുന്നത്. ബട്ട് ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് കുറച്ചധികം 2500 രൂപ ഞാൻ മുടക്കി ഞാൻ വാങ്ങിയൊരു സാധനമാണ്. ഇത് ഈ പെട്ടി നിങ്ങളെ തുറന്ന് കാണിക്കാം. അപ്പോൾ നല്ല കിടിലം പാക്കിംഗ് ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനൊക്കെ പറ്റും. അപ്പം ഇതിൻ്റെ ഭയങ്കര കിടിലം ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ ഒരുപാട് ഡൂഡിൽസ് ഒക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കിംഗ് ആണ് ഇതിന് വരുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു പോക്കറ്റ് ഡയറി വരുന്നുണ്ട്. ഈ പോക്കറ്റ് ഡയറിയിലും ലൈക്ക് ഓരോരോ എന്താ പറയുക മന്ത് വൈസ് ആണ് കാര്യങ്ങൾ. ജനുവരിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ, ഫെബ്രുവരിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ, അങ്ങനെ ഓരോ മന്ത് വൈസ് ആണ് വരുന്നത്. അതിൻ്റെ ഇടയിലും നല്ല കിടിലനായിട്ടുള്ള ഡൂഡിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു ആർട്ട്, ഇങ്ങനത്തെ ഒരു ഇതിനെന്താ പറയുക എനിക്കറിയില്ല, പക്ഷെ ഡൂഡിൽ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എ വണ്ടർഫുൾ ബിഗ് ബുക്ക് ഓഫ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൽ
ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫുൾ ഇതിൽ കാണാൻ പറ്റില്ല, ലൈക്ക് ഇത് ഞാൻ ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതിൽ പകുതി ഞാൻ പറിച്ചു, ബാക്കി കുറച്ചത് നിങ്ങൾക്ക് കാണാണ്ടാവും. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇതിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സ്റ്റിൽ എനിക്ക് ഇനിയും ഇതിൽ ബാക്കിയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2023 ഞാൻ വാങ്ങിയതാണ്, ഓൾമോസ്റ്റ് 2025, എന്നിട്ടും ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതിലുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ പ്ലാനർ വരുന്നത് കേട്ടോ. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇതിലുണ്ടായിരിക്കും. കണ്ടില്ലേ, 2023 എഴുതിയ ഒരു പ്ലാനറാണിത്. ആൻഡ് ഞാൻ നേരത്തെ കാണിച്ചതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് ഏത് ഇയറും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് 2023 മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2024 ഇത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇത് നടക്കില്ല. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിലും അതേപോലത്തെ സെയിം തീം വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൂഡിൽ ആർട്ട് ഉണ്ട്. ആൻഡ് ഫേസ് ഓഫ് പ്ലാനർ ഓണർ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പിക്ചർ ഒട്ടിക്കാം. ആൻഡ് ഇതൊക്കെയാണ് ഇതിൽ ഫസ്റ്റ് വരുന്ന സംഭവങ്ങൾ. ലെറ്റർ ഫോർ യു ഫ്രം യു. ഫ്യൂച്ചർ നമ്മളോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു കഥ, ഒരു ലെറ്റർ എഴുതാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സംഭവങ്ങളാണ്. ഇപ്പം ജനുവരിയിലാണെങ്കിൽ ഈ ഒരു പിക്ചർ, ഫെബ്രുവരിയിലാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് നമുക്ക് എഴുതാനുള്ള ഒരു സംഭവം വരും, പിന്നെ ഒരു കലണ്ടർ വരും. ആൻഡ് ദെൻ നമുക്ക് ജനുവരി ഇങ്ങനെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ജനുവരി 1 നമുക്കുള്ള ടു ഡു ലിസ്റ്റ്, ജനുവരി 2 ടു ഡു ലിസ്റ്റ്, ജനുവരി 3 അങ്ങനെ ഓരോ ഡേയും ഓരോ മന്തിലും ഇങ്ങനെയാണ് വരുന്നത്. ജനുവരിയിലൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് ഞാനിത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫെബ്രുവരിയിൽ ഞാൻ ഓൾമോസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് മടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുതേണ്ട കാര്യങ്ങൾ എനിക്കിതിൽ എഴുതാൻ പറ്റുന്നില്ല. അതായത് സംഭവം എന്ന് വെച്ചാൽ ഇതിലാകെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്പേസേ ഉള്ളൂ. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ഇതിൽ എഴുതാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് 2023 ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് 2500 സംതിങ് സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലാനർ വാങ്ങിയത്. പക്ഷേ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പകുതിയിൽ നിന്ന് അത് എന്താ പറയുക നിർത്തുകയാണ് ചെയ്തത്. ഒരുപാട് എഴുതി പിടിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ ദയവായിട്ട് ഈ പ്ലാനറായിട്ട് പോകാണ്ടിരിക്കുക. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു അത്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഇതിന്റെ ഒരു ആർട്ട് വൈസ് കിടിലൻ ഒരു സംഭവമാണ്, അടിപൊളി. കാരണം നിങ്ങൾ ഏതൊരു പ്ലാനർ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ക്വാളിറ്റി കിട്ടുമോ എന്നുള്ളത് ഡൗട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഇതിലങ്ങോട്ട് പണിയാൻ പറ്റില്ല. കാരണം ഓൾറെഡി അവർ തന്നെ ഒരുപാട് പണിത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനോ അങ്ങനത്തെ ഒരു സ്പേസ് ഈ പ്ലാനർ തരുന്നില്ല. അവർ പോകുന്ന വഴി നമ്മളിങ്ങനെ പോവുക, ആ ഒരു കുഞ്ഞു സ്പേസിൽ എഴുതി പിടിപ്പിക്കുക, അങ്ങനത്തെ രീതിയിൽ നമ്മൾ പോകേണ്ടി വരും. സോ അതുകൊണ്ട് എൻ്റെത് ഒരു ഏപ്രിൽ ആയില്ല, അതിന് മുന്നേ തന്നെ ഈ പ്ലാനറിൻ്റെ യൂസ് ഞാൻ നിർത്തി. സോ അങ്ങനെ 2024 വന്നു. 2024 ഞാൻ വിചാരിച്ചു കഴിഞ്ഞ തവണ 2500 രൂപയൊക്കെ മുടക്കി ഞാനൊരു പ്ലാനർ വാങ്ങി. സോ ഇത്തവണ എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ മുടക്കുന്നില്ല. ഒരു 1000-1200 അകത്ത് നിൽക്കുന്ന രീതിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനും എനിക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാനർ വാങ്ങാം എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ 2022 ഞാനൊരു ഈ ഒരു കുട്ടി പ്ലാനർ വാങ്ങിയത് ഇതിൻ്റെ ഒരു ചേട്ടത്തിയായിട്ട് വരും ഞാൻ 2024 വാങ്ങിയ പ്ലാനർ. ബിക്കോസ് ഡൂഡിൽ എന്ന് പറയുന്ന ആ ഒരു കമ്പനി, ആ ഒരു ടീമിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു പ്ലാനർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് B5 ഹാപ്പിനെസ് പ്ലാനറാണ് ഞാൻ 2024 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാനർ ഞാൻ വാങ്ങിയിട്ടുള്ളത്. കാരണം ഇത് ഞാൻ ത്രൂ ഔട്ട് ദ ഇയർ ഞാൻ യൂസ് ചെയ്തു, എക്സെപ്റ്റ് ഫോർ നവംബർ. കാരണം നവംബറിൽ എനിക്ക് കുറേ തിരക്കായിട്ട് എനിക്ക് ഒരു സമാധാനത്തോടെ ഇരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ മന്തും ഈ പ്ലാനർ ഞാൻ യൂസ് ചെയ്തു. അലീഷ സുസുവിൻ്റെ പ്ലാനർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്ര കിടിലനാണ്. അത്ര ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അലീഷ സുസൂസ്. ബട്ട് ഫങ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡൂഡിൽ ആർട്ടിൻ്റെ ആണ് നല്ലത്. ഇതൊരു പ്ലാനർ മാത്രമല്ല, ഇതൊരു പ്ലാനർ പ്ലസ് ജേണലാണ്. അപ്പം ജേണലിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാം, പ്ലാനിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. എനിക്ക് വേണ്ടത് ഈ ഒരു ബൈ ഫങ്ഷൻ ആയിരുന്നു എനിക്ക് വേണ്ടത്. അല്ലാതെ ജസ്റ്റ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പരിപാടി മാത്രമല്ല എനിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇത്തവണയല്ല കഴിഞ്ഞ തവണ ഈ ഒരു പ്ലാനർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു പോക്കറ്റ് ഡയറി വരുന്നുണ്ട്.
ഇങ്ങനത്തെ ഒരു പോക്കറ്റ് ഡയറിയാണ് വരുന്നത്. ഈ പോക്കറ്റ് ഡയറിക്കകത്ത് എന്താ പറയുക, കണ്ടോ, ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പം ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ഇവിടുന്ന് ഞാൻ കുറച്ച് പേജൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് 2024 എന്ന് എഴുതിയിട്ടാണ് വരിക. അപ്പോൾ 2025 അങ്ങനെ തന്നെയാണ് വരിക എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നെവർ ഹാവ് എ എവർ ഉണ്ട്, ബ്ലോ യുവർ വറീസ് എവേ എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ടിവിറ്റീസ് പേജസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ആദ്യത്തേൽ കാണിച്ചു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് കീറി നമുക്ക് നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മന്ത് ഇവർ കൊടുക്കുന്നില്ല. ഇവർ ജനുവരി ആണോ ഫെബ്രുവരി ആണോ എന്ന് ഇവർ കൊടുക്കത്തില്ല, നമ്മൾ വേണം കൊടുക്കാൻ. എനിക്കിത് ഇനഫായിരുന്നു. കാരണം ഞാൻ 2023 പ്ലാനർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ ബിഗ് ബുക്ക് ഓഫ് സ്റ്റിക്കേഴ്സ് മൊത്തം എൻ്റെ കാലിയായിരുന്നു. അതെല്ലാം ഞാൻ ഇതിലാണ് എടുത്ത് പ്രയോഗിച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു 3-4 പേജ് സ്റ്റിക്കേഴ്സ് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇനഫ് ആക്ച്വലി, ബിക്കോസ് ഇതൊരു ജേണലും കൂടെയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ സ്റ്റിക്കറുകൾ കടയിൽ നിന്ന് മേടിച്ച് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഒരുപാട് പേജസ് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ എഴുതാം. ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മന്തും ഞാനിത് യൂസ് ചെയ്തു. പ്രോപ്പറായിട്ട് യൂസ് ചെയ്തത് വിസിബിൾ ആയിരുന്നു. ത്രൂ ഔട്ട് ദ ഇയർ വിസിബിൾ ആയിരുന്നു. എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ വൈസ് ആണെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ എല്ലാ സംഭവങ്ങൾ ആ വൈസ് ആണെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാം പ്ലാൻ പണ്ണാൻ പറ്റി. പ്ലാൻ പണ്ണാമ ഞാൻ 2023 ചെയ്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. ബട്ട് 2024 ഞാൻ എല്ലാമേ പ്ലാൻ പണിയത് കൊണ്ട് എനിക്ക് നല്ലതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇത് ഞാൻ ഡിസംബറിൽ വരച്ചൊരു ആർട്ടാണ്. ആൻഡ് സ്റ്റിൽ ഡിസംബർ ഈസ് സ്റ്റിൽ ബാക്കി. എൻ്റെ ഫേവറേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് 2 ഇയേഴ്സും ഞാൻ പ്ലാനർ വെറുതെ വാങ്ങി കംപ്ലീറ്റ് അത് യൂസ് ചെയ്യാൻ പറ്റാണ്ട ഒരു മാർച്ച്, മാക്സിമം ഒക്കെ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഞാൻ പ്ലാനിങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ പ്ലാനറിൻ്റെ അടുത്ത്. അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരു ജേർണലിംഗ് പ്ലസ് എൻ്റെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാമേ പ്ലാൻ പണ്ണാനും എനിക്ക് ഹെൽപ്പ് ചെയ്ത പ്ലാനർ ഇതാണ്. സോ ദിസ് ഇസ് മൈ ഫേവറേറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇക്കൊല്ലവും ഞാൻ ഡൂഡിലിൻ്റെ ഈ ഒരു പ്ലാനറാണ് വാങ്ങിയിട്ടുണ്ടാവുകയെന്ന്. എപ്പോഴും നമ്മൾ ഒരേ സംഭവം ട്രൈ ചെയ്ത് നമുക്ക് ബോറടിക്കും. സോ ഫൈനലി 2025 ഈസ് ഹിയർ. ആൻഡ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമത്തിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്റ്റാഗ്രാമത്തിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ ID. ഓക്കെ, അപ്പോൾ ഞാൻ 2025 വാങ്ങിയ ഒരു ഹാമ്പർ, ഒരു പ്ലാനർ ഡയറിയാണ് ഇത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റിവ്യൂ അഫ്കോഴ്സ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ഇതിന് ആക്ച്വലി 2000 അടുപ്പിച്ച് വില ഉണ്ട്. അതായത് 1999, അതായത് 2000, ₹1 കുറവ്, ₹1 പല്ലിമുട്ടായി വാങ്ങാം. അപ്പോൾ 2000 രൂപ വിലയുള്ളൊരു ഹാമ്പറാണ്. ബട്ട് ദിവാലി ടൈമിലേ ഞാനിത് വാങ്ങി വെച്ചു. കാരണം ദിവാലി സെയിൽ നടത്തുന്നുണ്ട്. എനിക്കിത് 1699 രൂപയ്ക്ക് ഇത് കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടേഴ്സ് നോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹാപ്പി ഹാമ്പറാണ്. ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്രയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു പോക്കറ്റ് കലണ്ടർ വരുന്നുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ഒരു കിടിലനായിട്ടുള്ള ഒരു മറിക്കങ്ങോട്ട് ഒരു പോക്കറ്റ് കലണ്ടർ വരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ടേബിൾ ടോപ്പ് കലണ്ടർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് എഴുതിയ ഒരു കീ ചെയിൻ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇത് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. ഇത് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചതായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ആൻഡ് ഒരു ലഗേജ് ടാഗ് വരുന്നുണ്ട്. നല്ലൊരു പപ്പിയുടെയൊക്കെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ലഗേജ് ടാഗ് വരുന്നുണ്ട്. മറ്റേ സ്റ്റിക്കി നോട്ട്സ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഇത് നമുക്ക് പറിച്ച് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ് വരുന്നുണ്ട്. കിടിലൻ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ ബുക്സ് ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫീൽ ഗുഡ് ഉള്ള സ്റ്റിക്കേഴ്സാണ്. എല്ലാം ഒരു നല്ലൊരു ഫീല് തരുന്ന കൈൻഡ് ഓഫ് ഒരു സ്റ്റിക്കർ ബുക്കാണ്. 2 ബുക്ക് മാർക്സ് വരുന്നുണ്ട്. ഇതിൽ കണ്ട ഒരു പൂച്ചക്കുട്ടി കിടക്കുന്നു. ഇങ്ങനത്തെ ഒരു ബാഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ബാഡ്ജ് ലീവ് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജ് വരുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്താനൊക്കെ വേണമെങ്കിൽ പറ്റും. ബ്യൂട്ടിഫുൾ പോസ്റ്റ് കാർഡ്സ്. ഓക്കെ,
സി ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ, യു മീൻ ദ വേൾഡ് ടു മീ. ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് ആക്സസറീസ് വരുന്നത്. നമ്മൾ മെയിൻ പ്ലാനറിലേക്ക് പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സാധാരണ ഇയർ ആണല്ലോ എഴുതുക, നോക്ക്, സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓരോ കുഞ്ഞു 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 കാര്യങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്താണ് വലിയ വലിയ കാര്യങ്ങൾ എത്തുന്നത്. അപ്പം എല്ലാം കൂടെ നമുക്ക് ഒറ്റ ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പം ചെറിയ ചെറിയ സ്റ്റെപ്സ് നോക്കുക. ഇന്ന് ചെറിയൊരു കാര്യം ചെയ്യുക, നാളെ കുറച്ചും കൂടെ വലിയൊരു കാര്യം ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതല്ല. എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിഗ് കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഐ നോ ഐ ആം എ വെരി ബാഡ് മോട്ടിവേറ്റർ, ബട്ട് എവറി വൺ ഷുഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഇതൊരു സംഭവം വരുന്നുണ്ട്, നമുക്കിങ്ങനെ അയക്കാൻ പറ്റും. ആൻഡ് യാ, ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ഫുൾ മോട്ടിവേഷനാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫോട്ടോ ഒട്ടിക്കും, എൻ്റെ പേരെഴുതും. അപ്പം ഇതാണ് വരുന്നത്. അപ്പം ഇത് ചെയ്തു തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഇത് കിടിലൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ക്വാളിറ്റി വൈസ് റിയലി ഗുഡ്, നല്ല ക്വാളിറ്റി. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു ആൻറ്റി ബക്കറ്റ് ലിസ്റ്റൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ജനുവരി, വെരി ബ്യൂട്ടിഫുൾ സീനറി. അപ്പോൾ ഇങ്ങനെയാണല്ലേ ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സംഭവങ്ങൾ. അവർ എങ്ങനെ ഇതിൽ പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഡൂഡിലിൻ്റെ 2 പ്ലാനറും അലീഷ്യ സോസയുടെ ഒരു പ്ലാനറും ഫാക്ടേഴ്സ് നോട്ടിൻ്റെ ഒരു പ്ലാനറുമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് പ്ലാനറാണ് പറ്റുക, എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് എന്നൊക്കെയുള്ള ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊന്നും പറയാനിട്ട് പ്ലെൻറ്റി ഓഫ് അതർ പ്ലാനേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. അപ്പം നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന് ഒരുപാട് ഇതുപോലത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ അലീഷ്യ സൂസോടെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് വർക്ക് ആവാത്തത് അതിൽ ഇങ്ങനത്തെ ഒരു എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എഴുതാനാണോ താല്പര്യം, അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതിയോ, നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് വേണോ, അതോ കുറച്ച് സ്റ്റിക്കേഴ്സ് മതിയോ, ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്താൽ മതിയോ, നിങ്ങൾ എങ്ങനെയാണ് പടം വരയ്ക്കുമോ, അപ്പം അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനർ നിങ്ങൾ വാങ്ങാം. അപ്പം എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഇതാക്കുക. പക്ഷെ അത് നമ്മുടെ 12 മന്ത്സിലും അതെന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിലാണ് പ്രയാസം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇൻസ്റ്റാഗ്രാമത്തിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ പ്ലാനർ ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് പ്ലാനറാണ് യൂസ് ചെയ്യുന്നത്, ഇതൊന്നും അല്ലാത്ത വേറെ പല കിടിലൻ പ്ലാനേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എല്ലാവരും അറിയട്ടെ. അപ്പോൾ എല്ലാവർക്കും വെരി 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 ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുക. ദിസ് ഇസ് അൽഡ സൈനിങ് ഓഫ്. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.